Hey all, Assalamu alaikum. Welcome back to our channel after a long time. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് ഒരു ചെറിയ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് പോകുന്ന എവിടെയാ? ഓക്കെ, നല്ല ഉടുപ്പിട്ട് തലയെല്ലാം കെട്ടി വെച്ചിട്ട് നമുക്ക് എവിടെ പോവാം? ഇൻഷാല്ലാ. ആ പെട്ടിയാണോ കൊണ്ടുപോകുന്നേ? അങ്ങനെ എൻ്റെ പൊന്നുമണികൾ പറഞ്ഞ പോലെ ഇൻഷാല്ലാ ഞങ്ങൾ നാളെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിൽ അബുദാബിയിലേക്ക് പോവുകയാണ്. അപ്പം ഇന്ന് രാവിലെ തന്നെ എല്ലാവരും എണീറ്റിട്ടുണ്ട്, കാരണം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നൈറ്റ് തന്നെ നമ്മൾ എയർപോർട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മക്കൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള വാഗൻസാണ് കേട്ടോ. അപ്പോൾ ഇതിലവരെ ഇരുത്തിയിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് നടക്കേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലെങ്കിലും അബുദാബിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എയർപോർട്ട് അത്യാവശ്യം വലുതാണല്ലോ, അപ്പോൾ കുറേ നടക്കേണ്ടി വരും. അപ്പോൾ അത് മക്കൾക്ക് പാടായിരിക്കും. അത് മാത്രമല്ല, ഞങ്ങൾ അങ്ങ് എത്തിക്കഴിഞ്ഞാലും ഇത് നല്ല യൂസ്ഫുള്ളാണ്. കാരണം മക്കളെ ഇരുത്തിയിട്ട് നമുക്ക് പല സ്ഥലത്തും കൊണ്ടുപോകാമല്ലോ. ഇവർ 4 പേരെ നടത്തി കൊണ്ടുപോകാമെന്ന് വെച്ചാൽ അവർക്ക് നടക്കാൻ ഇഷ്ടമാണ്, ഓക്കെയാണ്. പക്ഷേ ഇങ്ങനെ 4 പേരും സ്കാറ്റേഡായിട്ട് അങ്ങ് ഓടിക്കളഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ 2 പേരും കൂടെ മാത്രമാണല്ലോ പോകുന്നത്. ഇക്ക 2 days ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇപ്പോൾ കൊണ്ടുപോകാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇക്ക വന്നത്. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ആണ്, പക്ഷേ എങ്കിലും പെട്ടെന്ന് ഡേറ്റൊക്കെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലിയിലും അങ്ങനെ എല്ലാവരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോഴത്തെ നമ്മൾ വിസിറ്റ് വിസ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ട് എന്നാണ് നമ്മൾ കേൾക്കുന്നത് പോകുമ്പോഴൊക്കെ. കാരണം കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. പ്രത്യേകിച്ചും 4 മക്കളെയും കൊണ്ടിട്ട് നമ്മൾ 2 പേരാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് 2 പേർക്ക് നല്ല ടെൻഷനുണ്ട്. അപ്പം അവിടെ എത്തിയിട്ട് എല്ലാവരെയും വിളിച്ച് പറയാമെന്നുള്ള രീതിയിലൊക്കെയാണ്. അതേ കിച്ചണിലെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മച്ചിമാർ നമുക്ക് കൊണ്ടുപോകാനുള്ളതും കഴിക്കാനുള്ള ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ മക്കൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇൻഫാക്റ്റ് അവരുടെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. എപ്പോഴും പ്ലെയിനൊക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു, നമുക്ക് കയറണ്ടേ, പ്ലെയിനിൽ കയറണ്ടേ എന്നൊക്കെ. അപ്പോൾ ഇന്ന് മോർണിംഗ് മുതൽ അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. പിന്നെ അവർ ഫസ്റ്റ് ടൈമാണ് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേരും മാത്രം 4 പേരെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നതും ഫസ്റ്റ് ടൈമാണ്. അപ്പം എല്ലാം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രിപ്പ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. പിന്നെ ഏകദേശം ടൈമൊക്കെ ആയി ഇങ്ങനെ വരികയാണ്. 4-നാണ് കേട്ടോ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ അവിടുത്തെ അബുദാബിയിൽ ഒരു 6:30, 7 ഒക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ മക്കളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. അവർക്ക് അത്യാവശ്യം തണുപ്പൊക്കെ ആണല്ലോ, രാത്രിയുള്ള ഫ്ലൈറ്റും കൂടിയല്ലേ. അപ്പം അത്യാവശ്യം നല്ല കോസി ആയിട്ടുള്ള നല്ല കംഫർട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ.
എയർപോർട്ടിലെത്തി. ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിതേ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പം ലഗേജസ് ഒരുപാടുണ്ട് കേട്ടോ. അപ്പം മക്കളെയും ലഗേജസും എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അത്യാവശ്യം കുറച്ച് പാടാണ്. അപ്പം അതുകൊണ്ടാണ് 2 പേരെ ഞാൻ വാഗണിലേക്ക് ഇരുത്തിയിട്ട് 2 പേരെ നടത്തി കൊണ്ടുപോയത്. അതാകുമ്പോൾ ലഗേജസ് വൺസ് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഇക്കാക്ക് ഒരു വാഗൺ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ഇതേ ലഗേജസ് എല്ലാം കൊടുത്തു. എല്ലാം വെയിറ്റൊക്കെ ഓക്കെയാണ്. പിന്നെ നമ്മൾ ഇത്രയും പേര് പോകുന്നതുകൊണ്ട് തന്നെ വെയിറ്റിൻ്റെ കാര്യത്തിൽ വലിയ സീനില്ല, ഒരുപാട് കൊണ്ടുപോകാം. പിന്നെ ഇത്രയും പെട്ടികളൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാമെന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ വെയിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര പ്രശ്നമാണ് കേട്ടോ മക്കൾക്ക്. അവർക്ക് വാഗണിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കണം. എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പായി കഴിഞ്ഞാൽ അപ്പോൾ പ്രശ്നമാവും, അപ്പോൾ എന്നെ കരച്ചിലാവും. അതുകൊണ്ട് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാഗൺ. അപ്പോൾ ഇതേ എയർപോർട്ടിനകത്ത് കയറി ബാക്കിയുള്ള എല്ലാ ലഗേജസും എല്ലാം കൊടുത്തു. ഇനി നമ്മൾ നേരെ ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് പോവാണ്. പിന്നെ അവർക്കിതൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ചൂസ് ചെയ്തത് എത്തിഹാദ് എയർവേയ്സ് ആണ്. നല്ല സർവീസായിരുന്നു. നമ്മൾ എയർപോർട്ടിൽ എത്തിയ മൊമെൻ്റ് മുതൽ ഫ്ലൈറ്റിൽ കയറുന്നത് വരെ നമ്മുടെ കൂടെ അവരുടെ ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു. പിന്നെ മക്കൾ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനും പ്രയോറിറ്റി ഉണ്ടായിരുന്നു. എവിടെയും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഒരു സ്ഥലത്തും ലാഗില്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇമിഗ്രേഷൻ കൗണ്ടറിലാണെങ്കിലും അതുപോലെ തന്നെ എവിടെയും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ ഈവൻ ഫ്ലൈറ്റിൽ കയറിയിട്ടാണെങ്കിൽ പോലും നമുക്ക് സ്പെഷ്യൽ പ്രയോറിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു സർവീസിൽ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഞങ്ങളത് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ അവർക്ക് ഡയപ്പറൊക്കെ ഞങ്ങൾ ചേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ ഫ്ലൈറ്റിലേക്ക് ഇനി കയറാൻ പോകുന്നത്. പിന്നെ നൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അവർ ഫ്ലൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ ഉറങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളീ പോകുന്നത്. പിന്നെ ഏകദേശം ഞങ്ങൾ കയറാൻ പോവാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഫ്ലൈറ്റൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ മക്കൾ ഭയങ്കര എക്സൈറ്റഡ് അങ്ങനെ അത് പറയുന്നുണ്ടായിരുന്നു. നെച്ച് ഇങ്ങനെ ഫ്ലൈറ്റ് കണ്ടിട്ട് നുറുവിൻ്റെ അടുത്തൊക്കെ പറയുമായിരുന്നു, ഫ്ലൈറ്റിൽ കയറുമ്പോൾ കരയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ടൈം ആയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ടൈമിൽ അവർക്ക് നന്നായിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫ്ലൈറ്റിൽ കയറി ഉറങ്ങും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവരെ കണ്ടപ്പോഴത്തേക്കും ഫ്ലൈറ്റിലുള്ള ക്യാബിൻ ക്രൂവിനൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വാഗണൊക്കെ എടുത്തിട്ട് അവർ തന്നെയാണ് ഫോൾഡ് ചെയ്ത് കീപ്പ് ചെയ്തതും ഒക്കെ. പിന്നെ നുറുവാവയ്ക്ക് ഫ്ലൈറ്റിൽ കയറിയപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര ഒരു വിഷമവും ഒരു പേടി പോലെയൊക്കെ ആയിരുന്നു. ഇതെന്താണ്, എവിടെയാണ്. പിന്നെ ഫ്ലൈറ്റിനുള്ളിൽ കയറിയപ്പം കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും പിന്നെ ഒരുപാട് ആൾക്കാരെയൊക്കെ കണ്ടപ്പം അവനൊന്ന് ക്രാങ്കി ആയതാണ്. ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ. പക്ഷെ ബാക്കി ആരും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നെച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒക്കെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കുട്ടി ഓക്കെയാണ്, നുനുവാവയും ഓക്കെയാണ്. പിന്നെ നുറുവാവേനെ ഞാൻ കുറച്ചൊന്ന് ആശ്വസിപ്പിച്ചിട്ടൊക്കെ ഇരുത്തിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം അവർ കുറച്ച് കളറിങ് ബുക്സും ക്രയോൺസും ഒക്കെ കൊണ്ട് കൊടുത്തു. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഡബിൾ ഹാപ്പിയായി. എല്ലാവരും കളറിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വറീഡായിരുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫിൻ്റെ ടൈമിൽ നമുക്ക് എന്തായാലും കാതൊക്കെ വേദനിക്കാനായിട്ട് ചാൻസ് ഉണ്ടല്ലോ കുഞ്ഞുമക്കൾക്ക്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും ഇവർക്ക് എന്നുള്ളത് കുറച്ച് വറീഡായിരുന്നു. പക്ഷേ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വറീഡായ പോലെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നുറുവാവ ആ ഒരു പേടിയൊക്കെ മാറി സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഉറങ്ങി കേട്ടോ. കാരണം ആ ഒരു ടൈം ഇപ്പോൾ ഏകദേശം 4 മണിയാണല്ലോ മോർണിംഗ്. അപ്പോൾ അവർ ഉറങ്ങിയിട്ടേ ഇല്ല, വൈകിട്ടും അവർ ഉറങ്ങിയില്ല. അപ്പം എന്തായാലും ആ ഒരു ദിവസത്തെ ഉറക്കമാണ്. അപ്പോൾ നല്ല രീതിയിൽ 4 പേരും ഉറങ്ങി. അപ്പോൾ ഇടയ്ക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടും അവർ ഉറക്കമാണ്, നമ്മൾ ഫുഡൊന്നും വാങ്ങിയില്ല, അവരങ്ങനെയും ഉറങ്ങുവാണ്. ഞങ്ങൾ 2 പേരും മാത്രം കഴിച്ചു കേട്ടോ. അങ്ങനെ അബുദാബിയിൽ ഒരു 7 മണി, അവിടുത്തെ 7 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഫ്ലൈറ്റിൽ. ഈവൻ നാട്ടിലാണെങ്കിലും എല്ലാവർക്കും മക്കൾ എങ്ങനെയായിരിക്കും ഫ്ലൈറ്റിലെന്ന് ഭയങ്കര വറീഡായിരുന്നു കേട്ടോ എല്ലാവരും. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ ടൈമിൽ അവർ ഉറങ്ങിയതാണ്. കറക്റ്റ് ലാൻഡ് ചെയ്തപ്പോഴാണ് അവർ എണീറ്റത്. പിന്നെ നുന്നുവാവതെ ഇപ്പോഴും ഉറക്കമാണ്. ഞാൻ കുറച്ച് നേരമായിട്ട് വിളിക്കുന്നുണ്ട്, പക്ഷെ അവൻ എണീക്കുന്നേ ഇല്ല, സുഖമായിട്ട് ഉറങ്ങുവാണ്. അങ്ങനെ എത്തിയതിന് ശേഷം ബാക്കി എല്ലാവരും ഇറങ്ങിയതിന് ശേഷം
നമുക്ക് വാഗണൊക്കെ അവർ തന്നെ എടുത്ത് അൺഫോൾഡ് ചെയ്തൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 4 hours ലോങ് ഫ്ലൈറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം അബുദാബി എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് കഴിഞ്ഞത്. ഞാനും ഇക്കായും എപ്പോഴും ഈ ഒരു യാത്രയെ പറ്റി പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും ഫ്ലൈറ്റിൽ എങ്ങനെയായിരിക്കും മക്കൾ എന്നിങ്ങനെ എപ്പോഴും പറഞ്ഞിങ്ങനെ വറീഡ് ആവാറുണ്ട്. പക്ഷേ അൽഹംദുലില്ലാ വേറൊരു പ്രശ്നം ഉണ്ടായിട്ടില്ലായിരുന്നു. ആ ഒരു ഫ്ലൈറ്റ് ജേർണി കഴിഞ്ഞു. അങ്ങനെ ഇത് ഞങ്ങൾ ബാക്കിയുള്ള ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ ഈ ഒരു എയർപോർട്ടിൽ, അബുദാബി എയർപോർട്ടിലാണെങ്കിലും പ്രയോറിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എവിടെയും വെയിറ്റ് ചെയ്യാണ്ടി വന്നില്ല. പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു, പ്രയോറിറ്റി ഉള്ളതുകൊണ്ട് തന്നെ. അങ്ങനെ അതേ നമ്മൾ എയർപോർട്ടിന് പുറത്തിറങ്ങി. ഇനി നമ്മളൊരു ടാക്സി എടുത്തിട്ട് നേരെ എൻ്റെ കുഞ്ഞുമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെയാണൊക്കെ കാറ് പാർക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം കുഞ്ഞുമ്മയൊക്കെ ആക്ച്വലി നമ്മളെ പിക്ക് ചെയ്യാനൊക്കെ എയർപോർട്ടിൽ വരണം എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പം പക്ഷേ അവർക്ക് നാട്ടിലേക്ക് പോവേണ്ടി വന്നു കേട്ടോ, അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ അവരൊന്നും അവിടെ ഇല്ല. അപ്പം നമ്മൾ ഒരു ടാക്സി എടുത്തിട്ട് നേരെ അവിടെ പോവാണ് കേട്ടോ. അങ്ങനെ ദേ ഞങ്ങളവിടെ എത്തി. ലഗേജൊക്കെ കാറിൽ വെച്ചു, മക്കളെ എല്ലാം ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇനി നമ്മുടെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി നമ്മൾ അബുദാബി സിറ്റിയിൽ നിന്ന് ഒരു 3.5 hour ഉണ്ട് ഇക്ക വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പം ഗയാത്തി എന്ന് പറയും. മുന്നേ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവരായിരുന്നു എങ്കിൽ, അതായത് എൻ്റെ പഴയ ചാനൽ ഫോളോ ചെയ്യുന്നെങ്കിൽ അതിനകത്ത് ഞാൻ വ്ളോഗ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു 3 വർഷം മുന്നേ ഞാൻ വന്നപ്പോൾ ഉള്ളതൊക്കെ ആ സെയിം സ്ഥലത്തേക്കാണ് ഇന്നും നമ്മൾ പോകുന്നത് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ പിന്നെ പോകുന്ന വഴിക്ക് പിന്നെ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതേ ഫുഡൊക്കെ കഴിക്കാനായിട്ട്, കാരണം മക്കളൊക്കെ ആകെ വിശന്നിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ നിന്നും ഫുഡ് അവർ കഴിച്ചില്ല, ഉറങ്ങുമായിരുന്നല്ലോ. അങ്ങനെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്തു. ഞങ്ങൾ പാലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ, പാൽ വാങ്ങിയിട്ടൊക്കെ കൊടുത്തു. പിന്നെ അവർക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് 4 പേർക്കും ചിക്കൻ മതി എന്ന് പറഞ്ഞു. ചിക്കനാണ് അവരുടെ ഫേവറേറ്റ്, അത് ഫ്രൈഡ് ചിക്കനാണ് അവരുടെ ഫേവറേറ്റ്. ഫ്രൈഡ് ചിക്കനും ഫ്രൈസും. അപ്പം ഞാൻ അങ്ങനെ എപ്പോഴൊന്നും അത് കൊടുക്കാറില്ല. അപ്പം ഇപ്പോഴത്തെ ഇങ്ങനത്തെ സാഹചര്യത്തിലല്ലേ ഇങ്ങനെ കഴിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ അത് വാങ്ങി. പിന്നെ പാലൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പോൾ എൻ്റെ അടുത്തൊരു വറി എന്ന് പറയുന്നത് മക്കൾക്ക് ക്ലൈമറ്റ് ചേഞ്ച് കാരണമുള്ള അസുഖങ്ങളൊക്കെ വരുമോ എന്നുള്ളതായിരുന്നു. പക്ഷെ അതും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർക്ക് തണുപ്പാണ് ഭയങ്കര ഇഷ്ടം, ചൂട് ഒട്ടും പറ്റത്തില്ല. നാട്ടിൽ ഭയങ്കര ചൂട് സമയത്താണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം തണുപ്പ്, ഇവിടുത്തെ ക്ലൈമറ്റ് നല്ലതാണ് കേട്ടോ. ഇപ്പം ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു തണുപ്പ് കുറച്ചും കൂടെ കൂടും എന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഞാൻ ഈ വ്ളോഗ് ഇപ്പം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളിവിടെ അബുദാബിയിൽ എത്തിയിട്ട് 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിലുള്ള ഒരുപാട് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു 3-3.5 മണിക്കൂറിൻ്റെ യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങളത് ഗയാത്തിയിൽ വന്നിട്ടുണ്ട്. ഒരു 3 വർഷം മുന്നെയാണ് ഞാൻ ഗയാത്തിയിൽ നിന്ന് നാട്ടിലേക്ക് പോയത്, ഇവിടെ ഞാൻ വന്നിട്ട് പോയത്. അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് തിരിച്ചു വരുന്നത്. ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും ഒക്കെ പോസ്റ്റ് ചെയ്യും. പിന്നെ വീടിങ്ങനെ ഇരിക്കുകയാണ്, ഫർണിച്ചറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇനി എല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.